പുരാണ കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, മുത്തുക്കുടയേന്തിയ വനിതകൾ, ഭജന സംഘങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ബാലികാ ബാലന്മാർ നിരയായി ശ്രീകൃഷ്ണ നാമജപങ്ങളോടെ കൈകളിൽ ഓടക്കുഴലുമായി നഗരം നിറഞ്ഞു. അതായിരുന്നു ഇന്നലത്തെ ശോഭായാത്ര. മഞ്ഞപ്പട്ടുടുത്ത് അരമണി കിലുക്കി മയിൽപ്പീലി ചൂടിയ ഉണ്ണിക്കണ്ണന്മാർ ഭക്തിയും സ്നേഹവും പടർത്തി കണ്ടുനിന്നവരുടെ മനം കീഴടക്കി. ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പോത്തൻകോടും മുരുക്കുംപുഴയിലും മഹാശോഭായാത്രകളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന ആശയമുയർത്തിയാണ് ഇത്തവണ ശോഭായാത്ര സംഘടിപ്പിച്ചത്. വൈകുന്നേരം 3-ന് 10 കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചെറു ശോഭായാത്രകൾ തിരുവനന്തപുരത്ത് പാളയം ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിച്ചിരുന്നു. പിന്നാലെ മഹാശോഭയാത്ര ആരംഭിച്ചു. 6-ന് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ മഹാ ആരതി സമർപ്പിച്ച് അവസാനിച്ചു. തുടർന്ന് ആറ്റുകാൽ ദേവി ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയ അവൽപ്പൊതിയും ഉണ്ണിയപ്പവും പ്രസാദമായി ഉണ്ണിക്കണ്ണന്മാർക്കും ഗോപികമാർക്കും നൽകി. ഇതാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്ന മഹാശോഭയാത്രയുടെ പ്രധാന പ്രത്യേകതകൾ. സംഗമശോഭയാത്ര അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ കുട്ടികളെ നാടിൻ്റെ പൈതൃകവും സംസ്കാരവും ബോധ്യപ്പെടുത്തി ഇവിടെ തന്നെ നിലനിർത്താൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് അവർ പറഞ്ഞു. ബാലഗോകുലം ജനറൽ സെക്രട്ടറി ആർ പ്രസന്നകുമാർ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശവും തിരുവനന്തപുരത്ത് നൽകി. ജില്ലയിലൊട്ടാകെ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ സംഘടിപ്പിക്കപ്പെട്ടു. പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട, ബാലരാമപുരം, നെടുമങ്ങാട്, പാലോട്, വെമ്പായം, പോത്തൻകോട്, മുരുക്കുംപുഴ, വെഞ്ഞാറമൂട്, കല്ലറ, കിളിമാനൂർ, ആറ്റിങ്ങൽ, വർക്കല തുടങ്ങിയ മേഖലകളിലെല്ലാം ഉണ്ണിക്കണ്ണന്മാരുടെ വേഷമണിഞ്ഞ നൂറുകണക്കിന് ബാലികാ ബാലന്മാരും അമ്മമാരും ശോഭായാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.